ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിറിക്കൽ ബാലൻസ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് സെം ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ സെക്കൻഡ് ചാപ്റ്ററായ ലിറ്ററേച്ചർ ഇൻ കരോളിൻ ഏജ് ആണ്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, നമുക്ക് ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. അപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്ന് നമുക്ക് ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ട് പോകുന്നതല്ലായിരിക്കും വരുന്നത്. ഇപ്പം നമ്മൾ 2 മാർക്കിന് പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ 4 മാർക്കിന് ചോദിക്കാം, അങ്ങനെ വരാറുണ്ട്. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് നന്നായിട്ട് പഠിക്കുക, ഫുൾ നന്നായിട്ട് പഠിക്കുക. എന്നിട്ട് ഈ ഓരോ പീരീഡ് വരുമ്പം ഓരോ റൈറ്റേഴ്സിനെ കുറിച്ചും അവരുടെ വർക്ക്സിനെ കുറിച്ചും നമ്മൾ പഠിക്കും. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പം റൈറ്റേഴ്സിൻ്റെ വർക്ക്സ് ഉണ്ട്, അതിൽ എന്താണ് പറയുന്നത്, അതിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, അങ്ങനെയൊക്കെ ഒന്ന് ഡീറ്റെയിൽ പഠിച്ചുകൊണ്ട് പോവുക. ഇപ്പം കഴിഞ്ഞ വർഷമാണെങ്കിൽ മിൽട്ടൻ്റെ അരിയോപ്പജറ്റിക്ക 4 മാർക്കിന് ചോദിച്ചായിരുന്നു. ആകെപ്പാടെ ടെക്സ്റ്റിനകത്ത് അതിനെക്കുറിച്ച് ഒറ്റ ഒരു ലൈനേ ഉള്ളൂ. അപ്പം നമുക്കറിയാലോ, നമ്മൾ എന്തോ എഴുതും 4 മാർക്കിന് ക്വസ്റ്റിന് നമ്മൾ ഒരു ലൈനും വെച്ചിരുന്നുകൊണ്ട് കഴിഞ്ഞാൽ ബാക്കി ഫുൾ മിൽട്ടനെ കുറിച്ചാണ് ഞങ്ങൾ എഴുതി വെച്ചത്. അപ്പം അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ പഠിക്കുക. പിന്നെ നമുക്ക് ടൈം കിട്ടുവാണെങ്കിൽ നമ്മുടെ സോഷ്യൽ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ വേറെ ചുമന്നൊരു ടെക്സ്റ്റ് ഉണ്ട്, അതും കൂടി പഠിക്കുക. അതോടെ പഠിച്ചിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് നല്ലതായിട്ട് എഴുതാൻ പറ്റും. ആ പ്രതീക്ഷയോട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് താമസിക്കാതെ വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. ലിറ്ററേച്ചർ ഇൻ ദി കരോളിൻ ഏജ്. കരോളിൻ ഏജിലെ സ്ട്രഗിളിൻ്റെയും ചേഞ്ചിൻ്റെയും ബാക്ക്ഗ്രൗണ്ടിലാണ് കരോളിൻ ലിറ്ററേച്ചർ ഉണ്ടായത്. എലിസബത്തൻ ലിറ്ററേച്ചറിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആണ് പ്യൂരിറ്റൻ ലിറ്ററേച്ചർ. അപ്പോൾ പ്യൂരിറ്റൻസിൻ്റെ സമയത്തെ ലിറ്ററേച്ചർ ആയതുകൊണ്ടാണ് പ്യൂരിറ്റൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. എലിസബത്തൻ ലിറ്ററേച്ചർ പാട്രിയോട്ടിസവും ഹ്യൂമനിസവും കാരണം അതിലൊരു യൂണിറ്റി ഉണ്ടായിരുന്നു, ഒരു ഒത്തൊരുമ ഉണ്ടായിരുന്നു. വളരെ സ്പ്ലെൻഡിഡ് ആയിട്ടുള്ള മാഗ്നിഫിസൻ്റ് ആയിട്ടുള്ള ഏജ് ആയിരുന്നു എലിസബത്തൻ ഏജ്. പക്ഷേ പ്യൂരിറ്റൻ ലിറ്ററേച്ചർ വളരെ സീരിയസ് ആയിരുന്നു. കാരണം അവർ ലൈഫിനെ ഒരു മോറൽ സ്ട്രഗിൾ ആയിട്ടാണ് കണ്ടത്. അവർ മോറൽ പ്രിൻസിപ്പിൾസിനാണ് വാല്യൂ കൊടുത്തതും. എലിസബത്തൻ ലിറ്ററേച്ചർ ഇതിനെ വെച്ച് നോക്കുമ്പോൾ ഹൈലി റൊമാൻറ്റിക് ആയിരുന്നു. എലിസബത്തൻ ഏജിനെ വെച്ച് നോക്കുമ്പോൾ പ്യൂരിറ്റൻ ഏജിൽ പോയട്രി വളരെ കുറവായിരുന്നു. അതിൽ തന്നെ കൂടുതലും റിലീജിയസ് പോയട്രിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിലെ മേജർ പോയറ്റ്സ് ആണ് കവലിയർ പോയറ്റ്സും മെറ്റാഫിസിക്കൽ പോയറ്റ്സും. പ്യൂരിറ്റൻ ഏജിൻ്റെ ഒരു ഗ്രേറ്റ് പ്രൊഡക്റ്റ് ആണ് ജോൺ മിൽട്ടൺ. നമുക്കറിയാം, പാരഡൈസ് ലോസ്റ്റ് ഒക്കെ എഴുതിയ ജോൺ മിൽട്ടൺ. മിൽട്ടൺ ഒരു ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള പ്യൂരിറ്റൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥാനം ബാക്കി റൈറ്റേഴ്സിൽ നിന്നും മുകളിലാണ്. പ്യൂരിറ്റൻ ഏജ് ഒരു നോൺ ഡ്രാമാറ്റിക് പീരീഡാണ്. കാരണം പ്യൂരിറ്റൻസ് തിയേറ്റേഴ്സ് ഒക്കെ ക്ലോസ് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ സ്റ്റേജ് ഷോസ് ഒക്കെ പ്രൊഹിബിറ്റും ചെയ്തു. ഡ്രാമാറ്റിസ്റ്റ് ആയ ഫിലിപ്പ് മാസഞ്ചറും ജോൺ ഫോർഡും ഡ്രാമാറ്റിക് സ്പിരിറ്റ് ആളുകളിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ ആർക്കും ഡ്രാമയിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ആദ്യം നമുക്ക് കരോളിൻ ഏജിലെ പോയട്രി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കരോളിൻ ഏജിൻ്റെ ഏറ്റവും വലിയ പ്രൊഡക്റ്റാണ് ജോൺ മിൽട്ടൺ. ജോൺ മിൽട്ടൺ ജനിച്ചത് 1608-ലാണ്. ജോൺ മിൽട്ടൺ മരിച്ചത് 1674-ലാണ്. മിൽട്ടൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗം തന്നെ അദ്ദേഹം സ്പെൻഡ് ചെയ്തത് കരോളിൻ ഏജിലാണ്. അദ്ദേഹം ഒരു സ്ട്രോങ് പ്യൂരിറ്റൻ ആയിരുന്നു. ഒലിവർ ക്രോംവെലിൻ്റെ അണ്ടറിലുള്ള കോമൺവെൽത്തിലെ ഒരു സിവിൽ സർവൻറ്റ്, അതായത് പബ്ലിക് ഓഫീസർ ആയിരുന്നു ജോൺ മിൽട്ടൺ. ഒരു 1652 ആയപ്പോഴത്തേക്കും മിൽട്ടൻ്റെ കാഴ്ചശക്തി പോയി തുടങ്ങി. അദ്ദേഹത്തിൻ്റെ അവസാന കാലങ്ങളിൽ മിൽട്ടൺ പുവറായും ബ്ലൈൻഡായും ആരും തുണയില്ലാതെ ഒറ്റയ്ക്ക് ബക്കിംഗ്ഹാംഷെയറിലെ ഒരു ഒബ്സ്ക്യൂർ ആയിട്ടുള്ള ഒരു അൺനോൺ ആയിട്ടുള്ള വില്ലേജിലാണ് അദ്ദേഹത്തിൻ്റെ അവസാന വർഷങ്ങൾ സ്പെൻഡ് ചെയ്തത്. വേർഡ്സ്വർത്ത് അദ്ദേഹത്തിൻ്റെ സോണറ്റിൽ മിൽട്ടനെ കുറിച്ച് പറയുന്നുണ്ട്. മിൽട്ടൺ വാസ് ലൈക്ക് എ സ്റ്റാർ ആൻഡ് ഡ്വെൽറ്റ് അപ്പാർട്ട്. ഓരോ പോയറ്റ്സിനും അവരവരുടേതായിട്ടുള്ള സ്കൂൾ ഓഫ് പോയട്രി ഉണ്ട്. പക്ഷേ മിൽട്ടൺ അങ്ങനെ ഒരു സ്കൂളും ഫൗണ്ട് ചെയ്തിട്ടില്ല, വേറെ ഒരു സ്കൂളിനെ ഫോളോയും ചെയ്തിട്ടില്ല. ആരും അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്തിട്ടില്ല. മിൽട്ടനും അതേപോലെ തന്നെ ആരും ഇമിറ്റേറ്റ് ചെയ്യാനും ശ്രമിച്ചിട്ടില്ല. മിൽട്ടൻ്റെ ക്യൂരിയസ് ഡൗട്ടെയിലിംഗ് എന്ന് പറഞ്ഞാൽ ജോയിനിങ്ങും സെൻസസ് ആയിട്ടുള്ള ക്ലാസിക്കൽ സ്ട്രെയിൻസും അതിൻ്റെയൊക്കെ ടെക്നിക്കൽ പെർഫെക്ഷനും അദ്ദേഹത്തിൻ്റെ പോയട്രിക്ക് ഒരു പ്രത്യേക സ്ഥാനം തന്നെയാണ് നൽകിയത്. മിൽട്ടൺ അദ്ദേഹത്തിൻ്റെ ഏർലി പോയംസ് എഴുതിയ കാലഘട്ടമാണ് 1629 തൊട്ട് 1638 വരെ. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സിറ്റി കരിയറിൻ്റെ സമയമാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഹോർട്ടൺ എന്ന സ്ഥലത്ത് താമസിച്ചപ്പോൾ എഴുതിയ പോയംസാണ് ഏർലി ടൈമിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ആ ടൈമിലെ പോയംസാണ് ഓൺ ദി മോർണിംഗ് ഓഫ് ക്രൈസ്റ്റ് നേറ്റിവിറ്റി, 1629 എഴുതിയ പോയമാണ്. ഇതാണ് മിൽട്ടൻ്റെ ഫസ്റ്റ് പോയം. അപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള കമ്പാനിയൻ പോയംസാണ് ല് അലെഗ്രോ, പിന്നെ എൽ പെൻസറോസോ. അത് 1632 എഴുതിയത്. മിൽട്ടൺ ഒരു ഡ്രാമ എഴുതിയിട്ടുണ്ട്, അതൊരു മാസ്ക് ആണ്. മാസ്ക് ഒരു ടൈപ്പ് ഓഫ് ഡ്രാമയാണ്. ഈ മാസ്ക് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഡ്രാമയാണ്. അതാണ് കോമസ്.
അതിൻ്റേത് വർഷം 1634. പിന്നെ മിൽട്ടൺ ഒരു പാസ്റ്റൽ എലിജി എഴുതിയിട്ടുണ്ട്, ഒരു വിലാപകാവ്യം. അതാണ് ലിസിഡാസ്. അതെഴുതിയ വർഷമാണ് 1637. അപ്പോൾ ഈ എലിജി എഴുതാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മിൽട്ടന്റെ കോളേജ് മേറ്റ് ആയ എഡ്വേർഡ് കിങ്ങിന്റെ അകാലത്തിലുണ്ടായ മരണത്തെ പറ്റിയാണ് ഈ എലിജിയിൽ പറയുന്നത്. മിൽട്ടന്റെ ജീവിതത്തിലെ മിഡിൽ ഇയേഴ്സ് ആണ് 1640 തൊട്ട് 1660 വരെ. അപ്പോൾ ഈ സമയം അദ്ദേഹം പ്രോസ് റൈറ്റിംഗ്, അതായത് എസ്സേ റൈറ്റിംഗിൽ ഏർപ്പെട്ടു. കൂടുതലും അദ്ദേഹം എഡ്യൂക്കേഷനെ പറ്റിയും ഡിവോഴ്സിനെ പറ്റിയാണ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് എസ്സേ ആണ് അരിയോപജിറ്റീക്ക. 1644 ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് ഫ്രീഡം ഓഫ് പ്രസ് ആണ്. അതായത് അദ്ദേഹം ലൈസൻസിങ്ങിനെയും സെൻസർഷിപ്പിനെയും ഒപ്പോസ് ചെയ്തു. എന്നിട്ട് റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ചിനും എക്സ്പ്രഷനും വേണ്ടി അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ പോരാടി. മിൽട്ടന്റെ ലാസ്റ്റ് ഇയേഴ്സ് 1660 തൊട്ട് 1674 വരെയാണ്. അപ്പോൾ ഈ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ മിൽട്ടന്റെ പേഴ്സണൽ ലൈഫിലെ ദാരുണകരമായ വർഷങ്ങളായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ലിറ്റററി കരിയറിന്റെ ഒരു ഗോൾഡൻ പീരീഡ് തന്നെയായിരുന്നു ഈ ടൈം പീരീഡ്. അപ്പോൾ ഈ ടൈമിലാണ് മിൽട്ടന്റെ മാസ്റ്റർ പീസായ പാരഡൈസ് ലോസ്റ്റ് എഴുതിയിരുന്നത് 1667. അപ്പം ഇതൊരു എപ്പിക്കാണ്. ഈ വർക്കിൽ പറയുന്നത് ദ വേസ് ഓഫ് ഗോഡ് ടു മെൻ. പാരഡൈസ് ലോസ്റ്റിൻ്റെ സീക്വലായ പാരഡൈസ് റീഗെയിനും ഈ ടൈമിലാണ് എഴുതിയത്. അത് 1671 എഴുതിയിരുന്നത്. മിൽട്ടന്റെ കോറൽ ഡ്രാമയാണ് സാംസൺ അഗോണിസ്റ്റസ്. അതും 1671 എഴുതിയത്. ഈ പ്ലേ റെസ്റ്റോറേഷൻ ഏജിലാണ് എഴുതിയത് എങ്കിലും ഇതിൽ റെസ്റ്റോറേഷൻ പ്ലേസിന്റെ ഫീച്ചേഴ്സ് ഒന്നും അങ്ങനെയില്ല. മിൽട്ടൺ സോണറ്റ്സും എഴുതിയിട്ടുണ്ട്. അദ്ദേഹം മൊത്തം 23 സോണറ്റ്സ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ലവ് എന്ന സിംഗിൾ തീമിൽ നിന്നും മാറിയാണ് സോണറ്റ്സ് എഴുതിയിരുന്നത്. അദ്ദേഹത്തിന്റെ എല്ലാ സോണറ്റ്സിനും ഡിഫറെന്റ് സബ്ജക്ട്സിനെ പറ്റിയാണ് പറയുന്നത്. മിൽട്ടൺ പെട്രാർക്കൻ സോണറ്റിനെ ഇംഗ്ലീഷ് റൈറ്റിംഗിലേക്ക് വീണ്ടും ഒന്നുകൂടി റീഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് മിൽട്ടനെ പറ്റി പഠിക്കാനുള്ളത്. ഇതൊരു 4 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളതാണ് മെറ്റാഫിസിക്കൽ പോയറ്റ്സ്. ഇന്നവേറ്റീവ് പോയറ്റായ ജോൺ ഡണ്ണിൻ്റെയും ബാക്കി മെറ്റാഫിസിക്കൽ പോയറ്റ്സായ ജോർജ് ഹെർബർട്ടിൻ്റെയും ഹെൻറി വോക്കറിൻ്റെയും തോമസ് കാരോൻ്റെയും ആൻഡ്രൂ മാർവലിൻ്റെയും ഒക്കെ പോയട്രിയെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഡോക്ടർ ജോൺസൺ ഇട്ട പേരാണ് മെറ്റാഫിസിക്കൽ പോയറ്റ്സ്. അപ്പോൾ ഇവർ ആക്ച്വലി ഇൻ്റലക്ച്വൽ പോയറ്റ്സ് ആണ്. ഈ ഭൗതികകരമായ കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്ത് എഴുതുന്ന പോയറ്റ്സ് ആണ്. അപ്പോൾ മെറ്റാഫിസിക്കൽ പോയട്രിക്ക് അതിൻ്റേതായിട്ടുള്ള ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അവർ കൂടുതലും റിലീജിയസ് ആയിട്ടുള്ളതും അമേറ്ററി ആയിട്ടുള്ള സബ്ജക്ട്സിനെ കുറിച്ചാണ് എഴുതിയിരുന്നത്. അപ്പം അമേറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്ഷൽ ലവ്, ഡിസയർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചും കൂടിയാണ് അവർ എഴുതിയിരുന്നത്. അപ്പം അവർ ഹൈപ്പർബോൾസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഹൈപ്പർബോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയറ്റിക് ഡിവൈസ് ആണ്. അത് ഭയങ്കര എക്സാജറേഷൻ ആണ്. ഇപ്പം നമുക്ക് ഫസ്റ്റ് സെമ്മിൽ നമുക്ക് ജോൺ ഡണ്ണിൻ്റെ ഒരു പോയം ഉണ്ടായിരുന്നു, വാലഡിക്ഷൻ ഫോർബിഡിൻ മോർണിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിലുണ്ട് ഹൈപ്പർബോൾസ്. എന്ന് വെച്ചാൽ ഇപ്പം നീ കരയരുത് എന്ന് അദ്ദേഹം സിമ്പിളായിട്ടുള്ള ഒരു കാര്യം പറയേണ്ടതിന് അദ്ദേഹം പറയുന്നത് നോ ടിയർ ഫ്ലഡ്സ് എന്നാ. നീ കണ്ണുനീര് കൊണ്ട് വെള്ളപ്പൊക്കം ഉണ്ടാക്കരുത്. അതൊരു എക്സാജറേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ആ എക്സാജറേഷനുള്ള പോയറ്റിക് ഡിവൈസിനെ പറയുന്നവരാണ് ഹൈപ്പർബോൾസ്. അതൊക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ മെറ്റാഫിസിക്കൽ പോയട്രിയിൽ കമ്പാരിസണിനെ വിളിക്കുന്ന പേരാണ്, അതായത് അവർ കൊണ്ടുവരുന്ന കമ്പാരിസണിനെ വിളിക്കുന്ന പേരാണ് മെറ്റാഫിസിക്കൽ കൺസീറ്റ്സ്. അപ്പോൾ ഈ കൺസീറ്റ്സിന് വേണ്ടി അവർ സയൻറ്റിഫിക് ഡിസ്കവറീസിനെയും പാരഡോക്സുകളെയും അൺയൂഷ്വൽ ഇമേജസിനെയൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സയൻറ്റിഫിക് ഡിസ്കവറീസിനെ വെച്ച് പറഞ്ഞിട്ടുള്ളതെന്ന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഈ മെറ്റാഫിസിക്കൽ പോയട്രി വരുമ്പോൾ ജോൺ ഡണ്ണിൻ്റെ ആ പോയമൊക്കെ ആലോചിച്ചിട്ടൊക്കെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അതിലാണെങ്കിൽ അദ്ദേഹം 2 ലവേഴ്സിനെ ഒരു കോമ്പസിൻ്റെ 2 ലെഗ്സ് ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ സാധാരണക്കാർ ചിന്തിക്കാത്തൊരു കാര്യമാണ് അത്. ഈ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് അവരുടേതായിട്ടുള്ള ആ ഒരു ഇൻ്റലക്ച്വൽ വേയിൽ ആ സയൻറ്റിഫിക് ഡിസ്കവറികളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് അവർ പോയംസ് എഴുതിയിരുന്നത്. അപ്പം കൂടുതലും അവർ ലിറിക്കൽ പോയട്രിയാണ് എഴുതിയിട്ടുള്ളത്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പോയട്രിയാണ് അവരുടേതുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ റീഡേഴ്സിന് അതൊരു ചലഞ്ചാണ്. നമുക്ക് പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു പോയട്രിയാണ് മെറ്റാഫിസിക്കൽ പോയട്രി. അപ്പം മെറ്റാഫിസിക്കൽ പോയറ്റ്സിനെയും പോയട്രിയെയും കുറിച്ച് നമുക്ക് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഏതോ ഒരു വർഷം 15 മാർക്കിന് എസ്സേ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ബുക്കിനകത്ത് വെറും 2 മാർക്കിനുള്ള ക്വസ്റ്റ്യനേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഒരു 4 മാർക്കിനും അല്ലെ 15 മാർക്കിനുമായിട്ട് പഠിക്കുക. ഈ പോയറ്റ്സ് ഒക്കെ ഇല്ലേ, അവരെക്കുറിച്ചൊക്കെ ഇച്ചിരി പഠിക്കുക. പിന്നെ ഈ എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് അങ്ങനെയൊക്കെ ആലോചിച്ച് കുറച്ച് എക്സാമ്പിളൊക്കെ കൊടുത്തേക്ക് നന്നായിട്ടൊക്കെ പഠിക്കുക. അപ്പോൾ നന്നായിട്ട് എഴുതാൻ പറ്റും.
അടുത്തതാണ് കവലിയർ പോയറ്റ്സ്. ഈ മെറ്റാഫിസിക്കൽ പോയട്രിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് കവലിയർ പോയട്രി. അപ്പോൾ കിങ് ചാൾസ് വണ്ണിനെ സപ്പോർട്ട് ചെയ്ത പോയറ്റ്സ് ആയിരുന്നു കവലിയർ പോയറ്റ്സ്. അവരുടെ പോയട്രി സ്ട്രെയിറ്റ് ഫോർവേഡും റിഫൈൻഡ്, അതായത് പരിശുദ്ധവുമായിരുന്നു. അവർ ഏറ്റവും കൂടുതൽ എഴുതിയിരുന്നത് സെൻഷ്വൽ ആയിട്ടുള്ള, അതായത് ഇന്ദ്രിയ സുഖങ്ങളായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും റൊമാൻറ്റിക് ലവിനെ കുറിച്ചും, പിന്നെ അവർ കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റാണ് കാർപ്പേഡിയം, സീസ് ദ ഡേ, സീസ് ദ മൊമെന്റ്, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് അവർ കൊണ്ടുവന്നു. അപ്പം അതിനെക്കുറിച്ചൊക്കെയാണ് അവർ എഴുതിയിട്ടുള്ളത്. അവർ പറഞ്ഞിരുന്നത് ജീവിതം എൻജോയ് ചെയ്യുക എന്നതാണ്, മോറൽ കോഡ്സിനെക്കാളും ജീവിതം എൻജോയ് ചെയ്യുക എന്ന കാര്യമാണ് ഇമ്പോർട്ടൻ്റ് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. കവലിയർ പോയറ്റ്സ് അവരുടെ ലാസ്റ്റ് ലിറിക്ക് പാടിയത്, ലിറിക്ക് എന്ന് പറഞ്ഞാൽ പോയം, ലിറിക്ക് പാടിയത് ചാൾസ് വണ്ണിൻ്റെ എക്സിക്യൂഷന് ശേഷമുള്ള ആ ഒരു കുറച്ച് ടൈം പീരീഡ് ഉണ്ട്, ആ സമയത്താണ്. അവർ ഫോളോ ചെയ്തത് ബെൻ ജോൺസണെയാണ്. അവർ മെറ്റാഫിസിക്കൽ പോയട്രിയെ ഒപ്പോസ് ചെയ്തു. അവർ സിമ്പിൾ ലാംഗ്വേജിലാണ് എഴുതിയത്. അതുകൊണ്ട് തന്നെ അവരുടെ പോയിംസ് വളരെ ഈസി ആയിരുന്നു, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന പോയിംസ് ആയിരുന്നു. കവലിയർ പോയട്രി ജീവിതത്തിലെ പ്ലഷേഴ്സിനെ പറ്റിയാണ് എഴുതിയിരുന്നത്. അവർ പറഞ്ഞ കോൺസെപ്റ്റാണ് ടു ലിവ് ഇൻ ദി മൊമെന്റ്, ഈ നിമിഷത്തിൽ നിങ്ങൾ ജീവിക്കൂ. മോറൽ കോഡ്സിനെയൊക്കെ മാറ്റി നിർത്തി അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ള കാര്യം. അപ്പോൾ ഇതിലെ മേജർ പോയറ്റ്സ് ആണ് റോബർട്ട് ഹെറിക്, സർ ജോൺ സക്ലിംഗ് ആൻഡ് റിച്ചാർഡ് ലവ്ലേസ്. അപ്പോൾ ഇതും എക്സാമിന് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതും നല്ലതായിട്ട് പഠിക്കുക. നിങ്ങൾ പ്രത്യേകം ഈ പോയറ്റ്സിൻ്റെ പേര് നല്ലതായിട്ട് പഠിച്ചു വെക്കുക. ആദ്യത്തെ പേര് പഠിക്കാൻ പറ്റില്ലെങ്കിൽ സെക്കൻഡ് നെയിം നല്ലതായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തത് നമുക്കിനി പഠിക്കാനുള്ളത് ലിറ്ററേച്ചർ ഇൻ റെസ്റ്റോറേഷൻ ഏജ് ആണ്. അപ്പം നമുക്കറിയാം റെസ്റ്റോറേഷൻ ഏജിൽ എന്താണ് സംഭവിച്ചത് എന്ന്. ഫ്രാൻസിലേക്ക് ഓടിപ്പോയ ചാൾസ് ഫസ്റ്റിൻ്റെ മകനായ ചാൾസ് സെക്കൻഡിനെ തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവരികയും അദ്ദേഹത്തെ രാജാവാക്കുകയും അങ്ങനെ മൊണാർക്കി റീസ്റ്റോർ ചെയ്ത ടൈമാണ് റെസ്റ്റോറേഷൻ ഏജ്. അപ്പോൾ റെസ്റ്റോറേഷൻ ഏജിലെ ലിറ്ററേച്ചറിനെ പറ്റിയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. റെസ്റ്റോറേഷൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ തന്നെ ടോൺ ചേഞ്ച് ചെയ്തു. കുറേ നാൾ ഫ്രാൻസിൽ ജീവിച്ചത് കാരണം ചാൾസ് സെക്കൻഡ് ഫ്രഞ്ച് വെയ്സിനോടും ഫ്രഞ്ച് ലിറ്ററേച്ചറിനോടും പരിചിതമായി. അങ്ങനെ ഫ്രഞ്ച് വെയ്സിനോടുള്ള ഇഷ്ടം ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് കോർട്ടിൽ, അതായത് കൊട്ടാരത്തിൽ റിഫ്ലക്റ്റ് ചെയ്തു. അപ്പോൾ ഈ ഇംഗ്ലീഷ് റൈറ്റേഴ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി? അവർ ഫ്രഞ്ച് റൈറ്റേഴ്സിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അവരിൽ നിന്നും ഇൻസ്പയർ ആയിട്ടും അവരുടെ ക്ലാസിക്കൽ ലിറ്റററി കൺവെൻഷൻസും ഒക്കെ ഇംഗ്ലീഷ് റൈറ്റിംഗ്സിലും കൂടി ഉൾപ്പെടുത്താൻ തുടങ്ങി. എലിസബത്തൻ ഏജിൻ്റെ ഫ്രഷ്നെസ്സും പ്യൂരിറ്റൻ ഏജിൻ്റെ മോറൽ ഏർണസ്റ്റ്നെസ്സും റിയലിസത്തിനും പ്രിസിഷനും എലഗൻറ്റ് എക്സ്പ്രഷനും വഴിയൊരുക്കി. റെസ്റ്റോറേഷൻ റൈറ്റേഴ്സ് റൊമാൻറ്റിക് ഫാൻസിക്ക് അറ്റൻഷൻ കൊടുത്തില്ല. പകരം അവർ ക്ലിയർ ആയിട്ടുള്ള, ലൂസിഡ് ആയിട്ടുള്ള, അതായത് സിമ്പിൾ ആയിട്ടുള്ള മാറ്റർ ഓഫ് ഫാക്റ്റാണ് എഴുതാൻ തുടങ്ങിയത്. അവർ ഫാക്റ്റിനെ കുറിച്ചാണ്, ഓരോരോ ഫാക്ട്സിനെ കുറിച്ചാണ് അവർ എഴുതാൻ തുടങ്ങിയത്. ഹീറോയിക് കപ്ലറ്റ് പോപ്പുലർ വേർഡ്സ് ഫോമായി മാറി. നമുക്കറിയാം റൈം ചെയ്യുന്ന രണ്ട് അയാംബിക് പെൻഡാമീറ്റർ ലൈൻസിനെ വിളിക്കുന്ന പേരാണ് ഹീറോയിക് കപ്ലറ്റ്. നമുക്ക് ഈ സോണറ്റ്സിനകത്തൊക്കെ, ഇപ്പോൾ ഷേക്സ്പിയറിൻ്റെ ഒക്കെ സോണറ്റ്സിനകത്ത് ലാസ്റ്റ് രണ്ട് ലൈൻസ് കാണും, അത് ഹീറോയിക് കപ്ലറ്റ് ആണ്. ഇനി ഡ്രാമയിൽ പറയുകയാണെങ്കിൽ വൾഗർ റിയലിസം അവർ കൊണ്ടുവന്നു. റെസ്റ്റോറേഷൻ ലിറ്ററേച്ചർ ഇമോഷണലും ഇമാജിനേറ്റീവും ആകുന്നതിനേക്കാളും കൂടുതൽ ഇൻ്റലക്ച്വലായി മാറി. അവർ എലിസബത്തൻ ഏജിലെ റൊമാൻറ്റിസിസത്തിന് എതിരെ റിയാക്ട് ചെയ്തു. റോയൽ സൊസൈറ്റി അതിലെ മെമ്പേഴ്സിനെ എൻകറേജ് ചെയ്യാൻ തുടങ്ങി. പിന്നെ റെസ്റ്റോറേഷൻ റൊമാൻറ്റിസ്റ്റുകൾ കണ്ടംപററി സൊസൈറ്റിയിൽ നടക്കുന്ന ഇമ്മോറൽ ആയിട്ടുള്ള കാര്യങ്ങളെയും തെറ്റിനെയും ശരിയെയും എല്ലാം അവർ പക്കായിട്ട് അതുപോലെ പ്രസൻറ്റ് ചെയ്യാൻ തുടങ്ങി. റൈറ്റേഴ്സ് കോർട്ടിൽ, അതായത് കൊട്ടാരത്തിലും സൊസൈറ്റിയിലും നടക്കുന്ന അഴിമതിയുടെ ഒരു റിയലിസ്റ്റിക് പിക്ചർ തന്നെ കൊണ്ടുവന്നു. എലിസബത്തൻ ഏജിൻ്റെ ഒരു ഓപ്പോസിറ്റ് ഏജാണ് റെസ്റ്റോറേഷൻ ഏജ്. റെസ്റ്റോറേഷൻ ലിറ്ററേച്ചറിൽ ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്തത് ജോൺ ഡ്രൈഡൻ ആണ്. അതുകൊണ്ട് ഈ ഏജിനെ വിളിക്കുന്നത് ഏജ് ഓഫ് ഡ്രൈഡൻ എന്നാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് റെസ്റ്റോറേഷൻ ഏജിലെ പോയട്രിയെ പറ്റിയാണ്. ഫ്രഞ്ച് പോയട്രിയിൽ നിന്നും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് റെസ്റ്റോറേഷൻ പോയട്രി ഉണ്ടായത്. ഗ്രീക്കും ലാറ്റിനും ക്ലാസിക്സിനെയൊക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഈ ടൈമിലെ പോയട്രി എന്ന് പറഞ്ഞാൽ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് അവരുടെ റൈറ്റിങ്ങിനെടുത്ത സ്വാതന്ത്ര്യത്തിന് എതിരെയുള്ള ഒരു റിയാക്ഷനായിരുന്നു. അപ്പോൾ റെസ്റ്റോറേഷൻ പോയറ്റ്സ് ക്ലാസിക്കൽ റൂൾസിനെ ഫോളോ ചെയ്ത് ഒരു പുതിയൊരു ടൈപ്പ് പോയട്രി കൊണ്ടുവന്നു. അതാണ് നിയോ ക്ലാസിക്കൽ പോയട്രി. അവർ ഫോക്കസ് ചെയ്തത് ക്ലാരിറ്റി ഓഫ് തോട്ടിനെയാണ്, അതായത് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ചിന്തിക്കാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുമുള്ള കഴിവിനെ.
ഇത് ഒരു ഇൻ്റലക്ച്വൽ ടേൺ പോയട്രിക്ക് കൊടുത്തു. ആളുകൾക്ക് മനസ്സിലാവുന്ന സബ്ജക്ട്സിനെ പറ്റിയാണ് അവർ ഡീൽ ചെയ്തത്. അപ്പോൾ റെസ്റ്റോറേഷൻ അല്ലെ നിയോ ക്ലാസിക്കൽ പോയട്രിയുടെ വാച്ച് വേർഡ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ മെയിൻ എയിം പറയുന്ന വേർഡ്സ്, അതാണ് വാച്ച് വേർഡ്സ്. അപ്പോൾ റെസ്റ്റോറേഷൻ പോയട്രിയുടെ വാച്ച് വേർഡ്സ് ആയിരുന്നു ക്ലാരിറ്റി, ഡയറക്ട്നെസ് ആൻഡ് എലഗൻസ്. അതിനെപ്പറ്റിയാണ് അവർ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ വരവും കോഫി ഹൗസസിൻ്റെ വളർച്ചയും ന്യൂസ് പേപ്പേഴ്സും പാംപ്ലെറ്റ്സും ഒക്കെ പോയിറ്റ്സിനെ അട്രാക്റ്റ് ചെയ്തു. അയാൾ ലൈഫിൻ്റെ മൊത്തം പ്രോബ്ലംസിനേക്കാളും അയാളുടെ അല്ലെങ്കിൽ സൊസൈറ്റിയിലെ ആ പർട്ടിക്കുലർ അവറിലെ അല്ലെങ്കിൽ ആ ടൈമിലെ പ്രോബ്ലംസിനെ കുറിച്ച് എഴുതുന്നതിൽ ഇൻട്രസ്റ്റഡ് ആയി. നിയോ ക്ലാസിക്കൽ പോയിറ്റ്സ് ഡീൽ ചെയ്തത് ടൗണിലെ ജീവിതത്തെക്കുറിച്ചാണ്. അവർ റൂറൽ ലൈഫിനെ പറ്റിയോ അല്ലെങ്കിൽ നേച്ചറിനെ പറ്റിയോ എഴുതിയിട്ടില്ല. അവർ എക്സ്പീരിയൻസിനാണ് വാല്യൂ കൊടുത്തത്. സറ്റയർ ആയിരുന്നു ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്ത പോയറ്റിക് ഫോം. സറ്റയർ എന്ന് പറഞ്ഞാൽ ആക്ഷേപഹാസ്യം. ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച സ്റ്റാൻസ ഫോമാണ് ഹീറോയിക് കപ്ലറ്റ്. അപ്പോൾ നമുക്കിനി അടുത്തത് ചീഫ് നിയോ ക്ലാസിക്കൽ പോയറ്റ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. എഡ്മണ്ട് വാളർ, സർ ജോൺ ഡെൻഹാം, ചാൾസ് സാക്വൈൽ, സാമുവൽ ബട്ട്ലർ ആൻഡ് ജോൺ ഡ്രൈഡൻ. നമുക്കറിയാം ഏജ് ഓഫ് ഡ്രൈഡൻ ആണ് റെസ്റ്റോറേഷൻ ഏജ്. അതുപോലെ തന്നെ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ക്രിറ്റിസിസം ആണ് ജോൺ ഡ്രൈഡൻ. അപ്പോൾ നമുക്കിനി ജോൺ ഡ്രൈഡനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. റെസ്റ്റോറേഷൻ ഏജിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് റൈറ്ററാണ് ജോൺ ഡ്രൈഡൻ. അദ്ദേഹമാണ് നിയോ ക്ലാസിക്കൽ അല്ലെങ്കിൽ കറക്റ്റ് സ്കൂൾ ഓഫ് പോയട്രിക്ക് ഫൗണ്ടേഷൻ കൊടുത്തത്. പിന്നെ ആ കറക്റ്റ് സ്കൂൾ ഓഫ് പോയട്രി പെർഫെക്റ്റ് ചെയ്തെടുത്തത് അലക്സാണ്ടർ പോപ്പാണ്. അപ്പോൾ ഈ കറക്റ്റ് സ്കൂൾ ഓഫ് പോയട്രി ലാറ്റിൻ ക്ലാസിക്സിനെയാണ് മോഡലാക്കിയത്. അതുപോലെ തന്നെ പോയറ്റിക് ഫോംസിനും ടെക്നിക്സിനുമൊക്കെ വലിയ ശ്രദ്ധ തന്നെ കൊടുത്തു. ഡ്രൈഡൻ അദ്ദേഹത്തിൻ്റെ ലിറ്റററി കരിയർ സ്റ്റാർട്ട് ചെയ്തത് ഒരു പോയറ്റിക് നോട്ടിലൂടെയാണ്. അത് എൻഡ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ പോയമായ ആനസ് മിറബിലിസിലാണ്. അപ്പോൾ ആനസ് മിറബിലിസ് എഴുതിയ വർഷമാണ് 1667. അപ്പോൾ ഈ പോയത്തിൽ പറയുന്നത് ദ ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടനെ പറ്റിയാണ്. അത് കഴിഞ്ഞ് ഡ്രൈഡൻ ഒരു 15 വർഷത്തോളം, അതായത് 1667 തൊട്ട് 1680 വരെ നാടകങ്ങൾ എഴുതി. പക്ഷേ ആ ടൈമിലെ പൊളിറ്റിക്കൽ ഇവൻറ്റ്സ് അദ്ദേഹത്തെ പോയട്രിയിൽ ഒന്നുകൂടി ഏർപ്പെടുത്തി. അദ്ദേഹം ഉപയോഗിച്ചത് സറ്റയർ ആയിരുന്നു, അതായത് ആക്ഷേപഹാസ്യം. അദ്ദേഹത്തിൻ്റെ ഫേമസ് സറ്റയറിക്കൽ പോയംസ് ആണ് അബ്സലോൺ ആൻഡ് അക്കിറ്റോപ്പൽ. അത് 1691 എഴുതിയത്. അപ്പോൾ ഈ പോയം ഹീറോയിക് കപ്ലറ്റ്സിലുള്ള ഒരു സറ്റയറിക്കൽ അലിഗറിയാണ്. അടുത്ത പോയമാണ് ദ മെഡൽ. അത് എഴുതിയത് 1692. ഇത് ഡ്രൈഡൻ്റെ ഒരു പൊളിറ്റിക്കൽ പോയമാണ്. അടുത്തതാണ് മാക് ഫ്ലെക്നോ. അത് 1682 എഴുതിയത്. അത് ഒരു ക്രിട്ടിക്കൽ പോയമാണ്. ഇനിയും അദ്ദേഹത്തിൻ്റെ 4ാമത്തെ പോയമാണ് ദ ഹൈൻഡ് ആൻഡ് ദി പാന്തർ. അത് 1687 എഴുതിയത്. ഇത് റോമൻ കത്തോലിക് ചർച്ചിനോടുള്ള ഒരു അലിഗറിക്കൽ ഡിഫൻസ് ആണ് ഇതിൽ പറയുന്നത്. പിന്നെയുള്ള കാലഘട്ടങ്ങളിൽ ഡ്രൈഡൻ ക്രിട്ടിക്കൽ എസ്സേസ് എഴുതാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ എസ്സേ സ്റ്റൈൽ വളരെ ഡയറക്റ്റും ലൂസിഡും ആയിരുന്നു. അതായത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് റെസ്റ്റോറേഷൻ ഏജിലെ പ്രോസ് റൈറ്റിങ്ങിനെ കുറിച്ച് പഠിക്കാം. പോയറ്റും ക്രിട്ടിക്കുമായ മാത്യു അർണോൾഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ മാത്യു അർണോൾഡിൻ്റെ സ്പെല്ലിങ്ങിൽ ഒരു ചേഞ്ച് ഉണ്ട്. MATTEW ആണ്. സാധാരണ പോലത്തെ MATHEW അല്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. അപ്പോൾ മാത്യു അർണോൾഡ് പറഞ്ഞിട്ടുണ്ട് റെസ്റ്റോറേഷൻ പീരീഡ് മാർക്ക് ചെയ്യുന്നത് മോഡേൺ ഇംഗ്ലീഷ് പ്രോസിൻ്റെ ബർത്ത് ടൈം ആണ്. അതായത് റെസ്റ്റോറേഷൻ ടൈം തൊട്ടാണ് മോഡേൺ ഇംഗ്ലീഷ് പ്രോസ് തുടങ്ങുന്നത്. ഈ ടൈമിൽ മിൽട്ടൻ്റെ ഒക്കെ പ്രോസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അതായത് ഓർഡിനറി യൂസിന് നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രോസ് പറ്റില്ലായിരുന്നു. കാരണം അതിലെ സെൻറ്റൻസുകളൊക്കെ ലോങ് ആയിരുന്നു. അതുപോലെ തന്നെ മിൽട്ടൺ ഉപയോഗിച്ചത് ലാറ്റിൻ സിൻടാക്സ്, അതായത് ലാറ്റിൻ ഗ്രാമർ ആയിരുന്നു മിൽട്ടൺ ഉപയോഗിച്ചത്. പക്ഷേ ഡ്രൈഡൻ്റെ ടൈമിൽ സെൻറ്റൻസുകളൊക്കെ ഷോർട്ടും സിമ്പിളും ആയിരുന്നു. ക്ലാസിക്കൽ എക്സ്പ്രഷൻസ് ഒക്കെ പ്രോസിൽ നിന്നും റിമൂവ് ചെയ്തു. ഈ ചേഞ്ചസ് ഒക്കെ റൈറ്റിങ്ങും റീഡിങ്ങും കുറച്ചുകൂടി ഈസിയാക്കി. ഡ്രൈഡൻ്റെ പ്രോസ് റൈറ്റിങ്സിലുള്ളതാണ് എസ്സേസും പ്രിഫേസസും. അതായത് ഈ പ്രിഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബുക്കൊക്കെ എഴുതുമ്പം അതിനുള്ള ഇൻട്രഡക്ഷൻ കൊടുക്കില്ലേ, അതാണ് പ്രിഫേസ്. റെസ്റ്റോറേഷൻ പ്രോസിൻ്റെ വോയിസ് തന്നെയാണ് ഡ്രൈഡൻ്റെ എസ്സേസ്. അപ്പോൾ ഈ ടൈമിൽ തന്നെയുള്ള വേറെ പ്രോസ് റൈറ്റേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. അതിലുള്ളതാണ് ജോൺ ബന്യൻ, സർ വില്യം ടെമ്പിൾ, ജോൺ ലോക്ക് ആൻഡ് സാമുവൽ പെപ്പിസ്.
അടുത്തതാണ് ജോൺ ബന്യൻ. ജോൺ ബന്യൻ ഒരു ബാപ്റ്റിസ്റ്റ് പ്രീച്ചറായിരുന്നു, അതായത് പ്രൊട്ടസ്റ്റന്റ് ചർച്ചിലെ ഒരു മെമ്പറായിരുന്നു. പ്യൂരിറ്റൻ സിവിയറിറ്റി, അതായത് പ്യൂരിറ്റൻസ് കൊണ്ടുവന്ന ആ മോറലായിട്ടുള്ള ആ സീരിയസ് ലൈഫിൽ നിന്നും ഫ്രീ ആയ ഒരു സൊസൈറ്റിയിൽ ബന്യൻ പ്രൂവ് ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹം വിശ്വസിച്ചത് പ്യൂരിറ്റൻ ധാർമ്മികതയും മോറൽ വാല്യൂസും ഇപ്പോഴും അവിടെ സ്ട്രോങ് ആണെന്നാണ്. അദ്ദേഹത്തിന് തിയോളജിക്കൽ ഐഡിയാസിനെ, അതായത് ദൈവശാസ്ത്രപരമായ കാര്യങ്ങളെ വളരെ ഈസിയായ സിമ്പിൾ ടേംസിൽ ഇംഗ്ലണ്ടിലെ ഓർഡിനറി പീപ്പിളിനെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റസ്റ്റ് ഫിക്ഷണൽ വർക്കാണ് പിൽഗ്രിം പ്രോഗ്രസ്. അത് എഴുതിയത് 1678 അപ്പോൾ ഫെയ്ത്തിനെയും, അതായത് വിശ്വാസത്തിനെയും സാൽവേഷനെയും മോക്ഷത്തിനെയും പറ്റിയുള്ള ഒരു അലിഗറിയാണ് ഈ വർക്ക്. ലൈഫിന് ഒരു ആർക്കിടൈപ്പൽ, അതായത് എക്സ്ട്രാ ടെറിസ്ട്രിയൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിലെ പ്രൊട്ടഗോണിസ്റ്റ് ആണ് ക്രിസ്ത്യൻ. അയാളുടെ സിറ്റി ഓഫ് ഡിസ്ട്രക്ഷനിൽ നിന്നും സെലസ്റ്റിയൽ സിറ്റി, അതായത് ഹെവനിലേക്കുള്ള ജേണിയെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. ബന്യന്റെ എല്ലാ വർക്ക്സും അലിഗറിക്കലാണ്, ഉപമയാണ്. അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ ഓട്ടോഗ്രഫിയാണ് ഗ്രേസ് അബൗണ്ടിങ്. അത് എഴുതിയത് 1666. അപ്പോൾ ഇതിൽ നിന്നും ബന്യൻ്റെ പിൽഗ്രിം പ്രോഗ്രസിനെ കുറിച്ചും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ ഓട്ടോഗ്രഫിയെക്കുറിച്ചും ചിലപ്പോൾ 2 മാർക്കിനോ അല്ലെങ്കിൽ 1 മാർക്കിനോ ക്വസ്റ്റ്യൻ വന്നേക്കാം. അടുത്തതാണ് റെസ്റ്റോറേഷൻ ഡ്രാമ. നമുക്കറിയാം പ്യൂരിറ്റൻ റൂളിൻ്റെ ടൈമിൽ തിയേറ്റേഴ്സ് ഒക്കെ ക്ലോസ് ചെയ്യുകയും അതുപോലെ തന്നെ സ്റ്റേജ് ഷോസ് ഒക്കെ നിരോധിക്കുകയും ചെയ്തു. എങ്കിലും ചാൾസ് സെക്കൻഡും അദ്ദേഹത്തിൻ്റെ നോബിൾസ്, അതായത് പ്രഭുക്കന്മാരും കൂടി ചേർന്ന് ഡ്രാമയെ ഇംഗ്ലീഷ് സ്റ്റേജിലേക്ക് തിരികെ കൊണ്ടുവന്നു. ഈ സമയം 2 ടൈപ്പ് ലിറ്റററി ഡ്രാമാസ് കടന്നു വന്നു. ഒന്ന് ഒരു ടൈപ്പ് ഓഫ് കോമഡിയായ കോമഡി ഓഫ് മാനേഴ്സും, അടുത്തത് ഒരു പുതിയ ടൈപ്പ് ട്രാജഡിയായ ഹീറോയിക് ട്രാജഡിയും. ദ കോമഡി ഓഫ് മാനേഴ്സ് റിഫ്ലക്റ്റ് ചെയ്തത് ആ പീരീഡിലെ ഇമ്മൊറാലിറ്റിയാണ്, അതായത് അധാർമികതയാണ്. ഹീറോയിക് ട്രാജഡി ലവിനും ഓണറിനും ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള, റിയൽ അല്ലാത്ത ഒരു എക്സാജറേറ്റഡ് ആയിട്ടുള്ള പിക്ചർ നൽകി. സ്റ്റേജ് ക്രാഫ്റ്റിൽ വളരെയധികം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. പ്ലേ ഹൗസസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് റൂഫ് ചെയ്തു. സ്റ്റേജിൽ ക്യാൻഡിൽസ് വെച്ചിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ലൈറ്റ് സെറ്റിംഗ് നടത്തി. പെയിൻറ്റിങ്സ് ഉള്ള കർട്ടൻസ് ആദ്യമായിട്ട് ഉപയോഗിച്ചു. ഫീമെയിൽ ആക്ടേഴ്സ് അഭിനയത്തിലേക്ക് കടന്നു വന്നു. കാരണം ഷേക്സ്പിയറിൻ്റെ ഡ്രാമാസിൽ വുമൺ ആക്ടേഴ്സിന് പകരം യങ് ബോയ്സിനെ പെൺവേഷം കെട്ടിച്ചായിരുന്നു ആക്ട് ചെയ്യിപ്പിച്ചിരുന്നത്. അപ്പോൾ ഈ സമയം ട്രാവലിംഗ് ആക്ടേഴ്സ് കുറഞ്ഞു വന്നു. ഓരോ പ്രൊവിൻസസിനും അവരുടേതായിട്ടുള്ള ഫിക്സഡ് ആയിട്ടുള്ള തിയേറ്റേഴ്സ് ഇല്ലായിരുന്നു, അതായത് ദ തിയേറ്റർ റോയൽ ഇൻ ലണ്ടൻ പോലെ. പക്ഷേ ഇങ്ങനെ ആയതുകൊണ്ട് ഡ്രാമ ലണ്ടനിലേക്ക് മാത്രമായി, അതുപോലെ തന്നെ ലണ്ടനിലെ കൊട്ടാരത്തിലെ ഓഡിയൻസിനും അപ്പർ ക്ലാസ്സിലേക്ക് മാത്രമായി ഡ്രാമ ചുരുങ്ങിപ്പോയി. നമുക്കിനി റെസ്റ്റോറേഷൻ കോമഡി അല്ലെങ്കിൽ കോമഡി ഓഫ് മാനേഴ്സിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇംഗ്ലണ്ടിൽ 1642 തിയേറ്ററൊക്കെ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പുള്ള ആ നേറ്റീവ് ട്രഡീഷനിൽ നിന്നും ഇൻസ്പയർ ആയിട്ടാണ് റെസ്റ്റോറേഷൻ ഡ്രാമ ഉണ്ടായത്. റെസ്റ്റോറേഷൻ കോമഡി ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ബ്യൂമറ്റ് ആൻഡ് ഫ്ലെച്ചറിനോടും ബെൻ ജോൺസണോടുമാണ്. ബ്യൂമറ്റ് ആൻഡ് ഫ്ലെച്ചർ 2 ഇംഗ്ലീഷ് ഡ്രമാറ്റിസ്റ്റുകളാണ്. കോണ്ടിനെന്റൽ റൈറ്റേഴ്സായ മൊലിയറിനോടും കാൽഡറോണിനോടും റെസ്റ്റോറേഷൻ കോമഡിക്ക് ട്രമൻഡസ് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇംഗ്ലീഷ് ഡ്രാമയിൽ ഉണ്ടായിരുന്ന ക്യൂരിയോസിറ്റി എന്ന കോൺസെപ്റ്റിനോടുള്ള ലൈക്ക്നെസ് സ്പാനിഷ് ഡ്രാമ കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്തു. ദ കോമഡി ഓഫ് മാനേഴ്സ് റിഫ്ലക്റ്റ് ചെയ്തത് അപ്പർ ക്ലാസ് പീപ്പിളിൻ്റെ ഫാഷനബിൾ ലൈഫിനെയാണ്. റെസ്റ്റോറേഷൻ സൊസൈറ്റിയിലെ ഡിമോറലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയും അവർ പ്രസൻറ്റ് ചെയ്തു. കോമഡി ഓഫ് മാനേഴ്സിലെ സീൻസുകളൊക്കെ കോഫി ഹൗസുകളിലും ഡ്രോയിങ് റൂംസിലും സ്ട്രീറ്റ്സിലും ലണ്ടനിലെ പാർക്കുകളിലുമൊക്കെ കൺഫൈൻഡ് ആയിരുന്നു. കൺവെൻഷണൽ മൊറാലിറ്റിയെ അവർ പുച്ഛിച്ചു. ഈ പ്ലേസിനൊക്കെ ഒരു കോംപ്ലക്സ് സ്ട്രക്ചറാണ് ഉള്ളത്. ഇതിന് പ്ലോട്ട്സും സബ് പ്ലോട്ട്സും ഉണ്ട്. കൂടുതലും സെൻറ്റർ ചെയ്തിരിക്കുന്നത് ലവിനെ കുറിച്ചുള്ള ക്യൂരിയോസിറ്റിയെ പറ്റിയാണ് ഈ ഡ്രാമാസ്. ഇതിൽ ഇവർ ഉപയോഗിച്ച ടെക്നിക്സ് ആണ് ഡിസ്ഗൈസ്, അതായത് വേഷം മാറൽ, ഏവ്സ് ഡ്രോപ്പിംഗ്, അതായത് ഒളിഞ്ഞു കേൾക്കുന്നത്, ഫോർജിങ് ഓഫ് ലെറ്റേഴ്സ്, അതായത് കള്ളത്തരമായി എഴുതിയ ലെറ്റേഴ്സ്, പിന്നെ ഫോൾസ് ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ഡോക്യുമെൻറ്റ്സിൽ മാറ്റം കൊണ്ടുവരിക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇതിലുള്ള പ്ലോട്ട്സ് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആക്കി. കോമഡി ഓഫ് മാനേഴ്സിൽ സെക്സ് എന്ന കോൺസെപ്റ്റിനെ ഒരു കംപ്ലീറ്റ് ഫ്രാങ്ക്നെസ്സോടെയാണ് ട്രീറ്റ് ചെയ്തിരുന്നത്. സ്ത്രീകളെ ഇതിൽ ഡിസ്ക്രൈബ് ചെയ്തത് പുരുഷൻ്റെ കമ്പാനിയനായിട്ടാണ്. സ്ത്രീകൾ അവരുടെ ബുദ്ധിയും ഇൻ്റലിജൻസും ചാർമിംഗ് ആയിട്ടുള്ള മാനേഴ്സും കൊണ്ട് എല്ലാവരെയും പ്രീതിപ്പെടുത്തണം എന്നായിരുന്നു. ഇവിടെ പാഷൻ എന്ന കോൺസെപ്റ്റ് മാനേഴ്സിന് വഴിയൊരുക്കി.
അപ്പോൾ ഈ ഡ്രാമാസിലൊക്കെയുള്ള ക്യാരക്ടേഴ്സിൻ്റെ പേര് അവരുടെ സ്വഭാവം കൂടി ഇൻഡിക്കേറ്റ് ചെയ്തു. കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ പേരാണ് കേണൽ ബുള്ളി, സർ ഫ്ലോപ്പിംഗ് എക്സെട്ര. അപ്പോൾ ഈ കോമഡി ഓഫ് മാനേഴ്സിൻ്റെ മാസ്റ്റേഴ്സ് ആയിരുന്നു വില്യം വൈഷേർലി, ജോർജ് എത്രിഡ്ജ്, ജോർജ് ഫർഗുഹാർ. അടുത്തതാണ് റെസ്റ്റോറേഷൻ ട്രാജഡി അല്ലെങ്കിൽ ഹീറോയിക് ട്രാജഡി. ഫ്രഞ്ച് ഡ്രാമയോടും റൊമാൻസിനോടുമുള്ള ഇൻഫ്ലുവൻസ് ആണ് റെസ്റ്റോറേഷൻ ഡ്രാമയെ പ്രൊഡ്യൂസ് ചെയ്തത്. 1660കളിലും 70കളിലുമുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ഫിനോമിനൻ തന്നെയായിരുന്നു റെസ്റ്റോറേഷൻ ഡ്രാമ. ഫ്രഞ്ചും എലിസബത്തൻ ഡ്രാമാസിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ ഒരു അൺഹീറോയിക് ടെമ്പറിൻ്റെ ഔട്ട്കമാണ് ഹീറോയിക് ട്രാജഡി. എലിസബത്തൻ ട്രാജഡി ലൈഫിനെ ഇൻറ്റൻസിഫൈ ചെയ്തു, അതായത് ലൈഫിനെ തീവ്രമാക്കി. ഫ്രഞ്ച് ട്രാജഡിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഐഡിയൽ റിയാലിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഹീറോയിക് ട്രാജഡിക്ക് ഇത് രണ്ടുമായിട്ട് ഒരു കണക്ഷനും ഇല്ലായിരുന്നു. റിയൽ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ടോ ഐഡിയൽ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ടോ അല്ലെങ്കിൽ ലിവിങ് ഫോക്കുമായിട്ടോ ഒരു കണക്ഷനും ഇല്ലായിരുന്നു. ഹീറോയിക് ട്രാജഡി റൈംഡ് കപ്ലറ്റ്സിലും ബ്ലാങ്ക് വേർഡ്സിലുമാണ് എഴുതിയിരുന്നത്. അത് ഡീല് ചെയ്തിരുന്നത് ലവ് ആൻഡ് ഓണർ എന്ന കോൺസെപ്റ്റിനെയോ അല്ലെങ്കിൽ ലവ് ആൻഡ് ഡ്യൂട്ടി എന്ന കോൺസെപ്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ് ഇതിൻ്റെ ആർട്ടിഫിഷ്യാലിറ്റി. ഇത് അരിസ്റ്റോക്രസി, അതായത് ഡീജനറേറ്റ് അരിസ്റ്റോക്രാറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു എസ്കേപ്പ് വേൾഡ് തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. ഇത് ഏറ്റവും കൂടുതൽ എംഫസൈസ് ചെയ്തത് വാലർ, അതായത് ധീരതയ്ക്കും ബ്യൂട്ടിക്കും ലവിനുമാണ്. അപ്പോൾ ഇവിടെ അഡ്മിറേഷൻ, ആരാധന എന്നുള്ള കാര്യം റീപ്ലേസ് ചെയ്തു പിറ്റിയും ഫിയറും, അതായത് സഹതാപവും പേടിയും. അപ്പോൾ ഈ ഡ്രാമാസിന് അതിൻ്റേതായിട്ടുള്ള ക്ലാസിക്കൽ യൂണിറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ ട്രാജിക് എലമെൻസും കോമിക് എലമെൻസും ഒരിക്കലും മിക്സ് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ഹീറോയിക് പ്ലേസിൻ്റെ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ഫീച്ചറായിരുന്നു സെൻസേഷണലിസം, അതായത് ഒരു സ്റ്റോറി എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്ന ഇത്. അപ്പോൾ ഇതിൻ്റെ സെറ്റിംഗ് നടന്നിരുന്നത് നമുക്കൊക്കെ അൺഫെമിലിയർ ആയിട്ടുള്ള സ്ഥലത്തൊക്കെയായിരുന്നു, പ്ലേസുകളിലായിരുന്നു. പിന്നെ ഇതിൻ്റെ ടൈം വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള റിമോട്ടായിട്ടുള്ള ടൈം സെറ്റിങ്ങും ആയിരുന്നു. പിന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മാർഷ്യൽ ആക്ഷൻസും പിന്നെ ഹൊറർ സീൻസും ബ്ലഡ് ഷെഡും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹീറോയിക് ട്രാജഡി പോപ്പുലറൈസ് ചെയ്ത മാസ്റ്റേഴ്സാണ് ജോൺ ഡ്രൈഡൻ, തോമസ് ഓട്ട്വേ ആൻഡ് നഥാനിയൽ ലീ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് കാരോളിൻ ഏജിലെയും റെസ്റ്റോറേഷൻ ഏജിലെയും ലിറ്ററേച്ചറിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ കാരോളിൻ ഏജിലെ ലിറ്ററേച്ചറിനെ കുറിച്ച് പഠിച്ചു, അതിലെ മെയിൻ പോയിറ്റ്സിനെ കുറിച്ച് പഠിച്ചു. പിന്നെ റെസ്റ്റോറേഷൻ ഏജിലെ ഡ്രാമയും പോയട്രിയും പ്രോസിനെയും കുറിച്ചൊക്കെ പഠിച്ചു. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് വായിച്ച് പഠിക്കുക. നമുക്ക് അടുത്ത ചാപ്റ്ററിൻ്റെ സമ്മറി അല്ലെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.